റിപ്പോർട്ടുകൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. വളരെ കൃത്യമായി JDU മേൽക്കൈ നേടുന്നു. 82 സീറ്റുകളിൽ ഇപ്പോൾ JDU മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യൽ ഡേറ്റ. BJP 78 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ RJD 34ലേക്ക് ചുരുങ്ങുന്നു. LJP 22, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 22 ആണ്. ആ ഡേറ്റകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് അല്പം താമസിച്ചാണ്, കൂടുതൽ ആധികാരികതയോടുകൂടിയാണ്. ഒരു കാര്യം പ്രേക്ഷകരെ ഉറപ്പിച്ചു പറയുന്നു, അതായത് വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ ഒരു ഘട്ടത്തിൽ പോലും NDA പിന്നോട്ട് പോയില്ല. ഒരു ഘട്ടത്തിൽ പോലും NDAയുടെ മേൽക്കൈയെ മറികടക്കുന്ന ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ അവിടെ മഹാഗഠബന്ധന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായ സൂചനയാണ്, കൃത്യമായ സൂചനയാണ്. ഇനി ഇതിലൊരു മാറ്റമില്ല. ബീഹാറിൽ ഒരിക്കൽ കൂടി NDA പോസ്റ്റൽ വോട്ടുകൾ മുതൽ EVMന്റെ ഈ ഘട്ടം വരെ കൃത്യമായ ലീഡ് NDA തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിതീഷിന്റെ കരുത്തുറ്റ തിരിച്ചുവരവിനാണ് ബീഹാർ സാക്ഷ്യം വഹിക്കുന്നത്. ഇനി അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ BJPക്ക് പോലും നിതീഷിനെ മറികടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ശക്തി പ്രകടനം നിതീഷ് അവിടെ നടത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. പക്ഷേ KP ഇത് ഒരുപാട് ആശങ്കകളും ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. കിരൺ നമുക്കൊപ്പം ഇപ്പോൾ ഉണ്ട്. കിരൺ, ഒരുപാട് മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, ഒരു പുത്തരിയല്ലാത്ത നേതാവാണ് നിതീഷ്. കേന്ദ്ര ഭരണം പോലും നിതീഷിന്റെ ഒക്കെ സീറ്റിന്റെ ബലത്തിലാണ് പോകുന്നതെന്ന് അറിയണം. ഇപ്പോൾ നിതീഷും മഹാഗഠബന്ധനും ഒപ്പം നിന്നാൽ ഭരണം സാധ്യമാകുന്ന ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടാകുമെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമോ? കേന്ദ്ര സർക്കാരിനെ പോലും വിറപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ വേണമെങ്കിൽ നിതീഷിനൊരു വിലപേശൽ നടത്താൻ ഉള്ള സാഹചര്യം അത് സൃഷ്ടിക്കുമോ? രേണുക, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിന് ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് മാറുന്നതിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ബീഹാറിലെ ജനതയെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിലായാലും അങ്ങനെയൊക്കെ മാറുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിജയങ്ങളൊക്കെ തെളിയിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 5 തവണയാണ് അദ്ദേഹം മുന്നണി മാറിയത്. കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച് അധികാരത്തിലേക്ക് വന്നത് NDA മുന്നണിയുടെ ഭാഗമായിട്ടാണ് 2020. അതിനുശേഷം 2022 അദ്ദേഹം NDA വിട്ട മഹാഗഠബന്ധനൊപ്പം ചേർന്ന് അപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അദ്ദേഹം മറ്റെന്ത് ഒരു കാരണവും പറയാതെ ആ മുന്നണിയിൽ നിന്ന് മാറി വീണ്ടും പഴയ NDAയിലേക്ക് തന്നെ പോകുന്നു. അവിടെയും മുഖ്യമന്ത്രിയായിരിക്കുന്നു. 2015 ഇങ്ങനെയായിരുന്നു അവസ്ഥ. 2015 ലാലു പ്രസാദ് യാദവ് ബദ്ധവൈരികളായി, ഒരു കാലത്ത് വലിയ സുഹൃത്തുക്കളായിരുന്നത് പിന്നീട് ബദ്ധവൈരികളായി മാറിയ ബീഹാറിലെ ഏറ്റവും ടോൾ ലീഡേഴ്സ് എന്ന് പറയാവുന്ന ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒന്നിച്ചു നിൽക്കുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് BJPയെ നേരിടുന്നു. ആ മഹാഗഠബന്ധൻ 243 178 സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്നു. ആ അധികാരം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഈ മഹാഗഠബന്ധനിൽ നിന്ന് വിട്ട് നിതീഷ്